ഹായ് എവ്രിവൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എറ്റ്സിയിൽ പുതിയ സെല്ലറായിട്ട് ഇന്ത്യയിലിരിക്കുന്ന ഒരു സെല്ലറിനെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ എറ്റ്സിയിൽ കുറച്ച് ചേഞ്ചസും അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ പുതിയ സെല്ലേഴ്സിന് എറ്റ്സിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് etsy.comൻ്റെ ഇന്ത്യൻ സെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യാം. ഇതിൻ്റെ ലിസ്റ്റിംഗ് ചാർജസും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ പേജിൽ നിന്ന് ലഭിക്കുന്നതാണ്. FAQ ടാബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന കുറച്ച് സംശയങ്ങളിൽ അവർ ഓൾറെഡി ആൻസർ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കി അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കൺട്രിയിൽ ഒരു പുതിയ ഷോപ്പ് എറ്റ്സിയിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നവംബർ 2023 മുതൽ പുതിയ സെല്ലേഴ്സ്, ഇന്ത്യയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ സെല്ലേഴ്സിനെ എറ്റ്സി ഓൺബോർഡ് ചെയ്യുന്നില്ല. പക്ഷേ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഷോപ്സിന് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവർ നൽകുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റ്സി പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എറ്റ്സി പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു എറ്റ്സി പേയ്മെൻറ്റ്സ് എനേബിൾ ആവാനുള്ള സമയമാണ് അവർ എന്താ പറയുക പുതിയ സെല്ലേഴ്സിനെ ഓൺബോർഡ് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. എറ്റ്സി പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി കൺട്രി ടു കൺട്രി പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളും എമൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ അവർ പയ്യെ ഓരോ കൺട്രി വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിലവിൽ അത് ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ഇൻ ആക്ഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ പുതിയ സെല്ലേഴ്സിനെ ഓൺബോർഡ് ചെയ്യാത്തത്, പുതുതായിട്ട് നമുക്കൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി സാധിക്കാത്തത്. ഇന്ത്യ മാത്രമല്ല, എറ്റ്സി പേയ്മെൻറ്റ്സ് കറൻ്റ്ലി അവൈലബിൾ അല്ലാത്ത എല്ലാ ലൊക്കേഷൻസിലും പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങുന്നത് എറ്റ്സി ടെമ്പററിലി അനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണ്. 26 ഏപ്രിൽ 2021 മുമ്പാണ് നിങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഒരു തരത്തിലും എഫക്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ പേപാൽ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്തുകൊണ്ട് സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങൾ എറ്റ്സി പേയ്മെൻറ്റ്സ് നിങ്ങളുടെ കൺട്രിയിൽ അവൈലബിൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എറ്റ്സി പേയ്മെൻറ്റ്സിന് പുതുതായിട്ട് അവരൊരു മുൻതൂക്കം നൽകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പേപാലൊക്കെ മുഖേന പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്കൊരു ഡിസ്ക്രിപ്പൻസി വരികയാണ്, ബയറിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മുടെ ഈ ഒരു നമ്മളായിട്ട് ഓർഡർ പ്ലേസ് ചെയ്തത് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തത് കാരണം വരികയാണെന്നുണ്ടെങ്കിൽ എറ്റ്സിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ എറ്റ്സി പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ടൊരു ഫീച്ചർ എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ഇഷ്യൂസ് ഒക്കെ ബയറിന് വരികയാണെന്നുണ്ടെങ്കിൽ എറ്റ്സിക്ക് കുറച്ചും കൂടി നന്നായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എറ്റ്സി പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എറ്റ്സി പേയ്മെൻറ്റ്സ് എനേബിൾ ആവുന്നത് വരെ മാത്രമല്ല, അവർ നിലവിലിപ്പം നോൺ എറ്റ്സി പേയ്മെൻറ്റ്സ് ഉള്ളത് കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേ ബി ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാം. ഒന്നല്ലെങ്കിൽ എറ്റ്സി പേയ്മെൻറ്റ്സ് ആവുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നോൺ എറ്റ്സി പേയ്മെൻറ്റ്സിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വരുന്നത് വരെ ആയിരിക്കാം ഈ ഒരു ടെമ്പററിലി പുതിയ ഷോപ്സിനെ ഓൺബോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറ്റ്സി പേയ്മെൻറ്റ്സ് നിങ്ങളുടെ കൺട്രിയിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ സെല്ലറായിട്ട് സൈനപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. നിങ്ങളുടെ കൺട്രി നിങ്ങൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എറ്റ്സി പേയ്മെൻറ്റ്സ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കൺട്രിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എറ്റ്സി പേയ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എറ്റ്സി പേയ്മെൻറ്റ്സിൽ കൂടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ എൻറോൾ ആവുന്നതാണ്. എറ്റ്സി പേയ്മെൻറ്റ്സ് വഴി നിങ്ങളുടെ ബയേഴ്സിന് ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ബാങ്ക് കാർഡ്സ് വഴിയോ, എറ്റ്സി ഗിഫ്റ്റ് കാർഡ്സ് വഴിയോ, എറ്റ്സി ക്രെഡിറ്റ്സ് വഴിയോ, പേപാൽ വഴിയോ, ആപ്പിൾ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് അതത് കൺട്രിയിലുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ മെൻഷൻ ചെയ്തിരിക്കുന്നത് പോലെയോ അവർക്ക് പേയ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇന്ത്യയിലുള്ള സെല്ലേഴ്സിനും മേ ബി എറ്റ്സി പേയ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എറ്റ്സി പേയ്മെൻറ്റ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് എന്താണ് റിക്വയർമെൻറ്റ് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ചിലർ മെസ്സേജ് ചെയ്തിരുന്നു, എറ്റ്സിയിൽ ബയ്യറായിട്ട് തന്നെ ചില സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഷോപ്പിൽ പർച്ചേസിങ് പോസിബിൾ ആവുന്നില്ല എന്നുള്ളത്. അതിനും ഒരു റീസൺ ഇത് തന്നെയാണ്. എറ്റ്സി പേയ്മെൻറ്റ്സ് എനേബിൾ ആവാത്ത
ഷോപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ്, നിങ്ങൾ ഓൾറെഡി ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു 26 ഏപ്രിൽ 2021 മുമ്പായിട്ട് ഒരു ഡ്രാഫ്റ്റ് ഷോപ്പ്, അതായത് എല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു, അത് സേവ് ചെയ്ത് വെച്ചു, അല്ലാതെ ലൈവ് ആക്കിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് Etsy പേയ്മെൻറ്റ്സ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത്. പക്ഷെ നിങ്ങളത് ചെയ്തു വെച്ചു, ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു, പക്ഷേ പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നാണ് Etsy പറയുന്നത്. അതുപോലെ തന്നെ Etsyയിൽ നിങ്ങളൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തു, അത് പിന്നെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Etsy പേയ്മെൻറ്റ്സിൽ മുമ്പ് എൻറോൾ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പും നിങ്ങൾക്ക് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അൺലെസ് Etsy പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് വരെ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന മറ്റൊരു പേജാണിത്. ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നവംബർ 2023 മുതൽ പുതിയ സെല്ലേഴ്സ്, ഇന്ത്യയിലുള്ള പുതിയ സെല്ലേഴ്സിന് Etsyയിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്ക് ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആയിട്ട് Etsy മുഖാന്തരം സെല്ല് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല അവർക്ക് പുതുതായിട്ട് ഇന്ത്യ പേയ്മെൻറ്റ്സ്, റേസർ പേ മുഖാന്തരമുള്ള ഇന്ത്യ പേയ്മെൻറ്റ്സിലും എൻറോൾ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി Etsyയിൽ ഒരു ഷോപ്പ് ഉണ്ട്, അത് ഇന്ത്യ പേയ്മെൻറ്റ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഏതൊക്കെ ബയേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതും എല്ലാം ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേയ്പാൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാം. ഇതിനെ നമ്മൾ സ്റ്റാൻഡ് അലോൺ പേയ്പാൽ എന്ന് പറയും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Etsy പേയ്മെൻറ്റ്സിൽ എൻറോൾ ചെയ്തതിന് ശേഷം പയനിയർ പേയ്മെൻറ്റ് അക്കൗണ്ട് വഴി പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡ് അലോൺ പേയ്പാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പേയ്പാൽ അക്കൗണ്ട് നിങ്ങളുടെ Etsy പേയ്മെൻറ്റ് സെറ്റിങ്സിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു സെയിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഫണ്ട്സ് ഡയറക്റ്റ്ലി നിങ്ങളുടെ പേയ്പാൽ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. Etsyക്ക് ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് ആക്സസ് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പർച്ചേസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ Etsyക്ക് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ്സ് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Etsyയിൽ നിന്നുള്ള ഫീസ് ഉണ്ടല്ലോ, Etsyയുടേതായിട്ടുള്ള ഫീസൊക്കെ നിങ്ങളുടെ പേയ്മെൻറ്റ് അക്കൗണ്ടിൽ, Etsyയുടെ പേയ്മെൻറ്റ് അക്കൗണ്ടിലായിരിക്കും ആഡ് ആവുന്നത്. അതുപോലെ തന്നെ ഓരോ മാസവും അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ടാണ് വരിക. ഇതിൽ തന്നെ നിങ്ങൾ ഫസ്റ്റ് Etsy അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് അലോൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇനി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പയനിയർ ഉപയോഗിച്ചുകൊണ്ടുള്ള Etsy പേയ്മെൻറ്റ്സ് ചെയ്യാനാണ് Etsy റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് Etsy പേയ്മെൻറ്റ്സ് മുഖാന്തരം പേയ്മെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പയനിയർ എന്നുള്ളത് പേയ്പാൽ പോലെ തന്നെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിലവർ പറയുന്നത് സ്റ്റാൻഡ് അലോൺ പേയ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് റിമൂവ് ആവും. പക്ഷേ ഇന്ത്യയിലുള്ള സെല്ലേഴ്സിന് എന്താ പറയുക, ഇന്ത്യക്ക് പുറമേയുള്ള ബയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ്സ് പേയ്പാൽ ത്രൂ വാങ്ങാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ പേയ്പാൽ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും പേയ്മെൻറ്റ് വരുന്നത്, അല്ലാതെ Etsyയുടെ കയ്യിലേക്ക് ആവില്ല. ഇതിനായിട്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള GST തന്നെ വേണം. റെഗുലർ GST നമ്പർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ Etsy പേയ്മെൻറ്റ്സിനായിട്ട് ഒരു പ്രോസസ്സിംഗ് ഫീ 5% പ്ലസ് 25 രൂപയും പേയബിളായിട്ട് വരികയും ചെയ്യും. Etsy പേയ്മെൻറ്റ്സിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഷോപ്സിന് ഡൊമസ്റ്റിക് സെയിൽസ് നിലവിലിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതായത് ഇന്ത്യക്കകത്ത് നിന്ന് ഉള്ള ഓർഡേഴ്സ് കിട്ടുന്നതല്ല. അപ്പോൾ ഇതൊക്കെയാണ് റീസെൻ്റ് ആയിട്ടുള്ള Etsyയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.